നമസ്കാരം. 1957 EMS സർക്കാരിന്റെ വിജയത്തോട് താരതമ്യപ്പെടുത്താവുന്ന ചരിത്ര സംഭവമാണ് LDF സർക്കാരിന് ലഭിച്ച തുടർ ഭരണം. അധികാരമില്ലാതെ നിൽക്കേണ്ടി വരുന്നത് കോൺഗ്രസിനും ലീഗിനുമൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് LDF സർക്കാരിനെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ ആക്രമിക്കുന്നത്. BJPയും അതിനൊപ്പം കൂടുന്നു. കേരളത്തിന്റെ വളർച്ചയെ പുതിയ തലത്തിലേക്ക് ഉയർത്താനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. വ്യവസായ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ വരെ കേരളം രാജ്യത്ത് ഒന്നാമതായി. ഇന്റർനെറ്റ് പൗരാവകാശമായി പ്രഖ്യാപിച്ച് പാവപ്പെട്ടവർക്ക് സൗജന്യ കണക്ഷൻ നൽകുന്നു. അതിദാരിദ്ര്യം ഇല്ലാത്ത രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനമാകാൻ പോവുകയാണ് കേരളം. രാജ്യത്ത് ബദൽ വികസന നയം നടപ്പാക്കുന്നത് കേരളത്തിലെ LDF സർക്കാരാണ്. ആ സർക്കാരിനെ ഏതു വിധേനയും ദുർബലപ്പെടുത്താനാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ ശ്രമിക്കുന്നത്. സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നതും ദുരിതാശ്വാസ സഹായം പോലും അനുവദിക്കാത്തതും അതിന്റെ ഭാഗമാണ്. ജനാധിപത്യ പാർട്ടി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്ന് മാധ്യമങ്ങൾ പരിശോധിക്കണം. ആ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് പതിറ്റാണ്ടുകളായി. വിവിധ കമ്മിറ്റികളെയും ഭാരവാഹികളെയും ഹൈക്കമാൻഡ് നിയമിക്കുകയാണ്. തലസ്ഥാന ജില്ലയിലെ 2 പാർലമെന്റ് മണ്ഡലങ്ങളിലും വർഗീയ ശക്തികൾ എങ്ങനെ ശക്തിയാർജിച്ചു എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നവോത്ഥാന മുന്നേറ്റത്തിന്റെ ഈ മണ്ണിൽ വർഗീയവാദത്തിന്റെ വളർച്ച ഗൗരവത്തോടെ കാണണം. LDF സർക്കാരിനെതിരെ അപ്രഖ്യാപിത നയം ഹീനമായ കടന്നാക്രമണം നടത്തുകയാണ് ചിലർ. വിമോചന സമരകാലത്തിന് സമാനമായോ അതിനേക്കാൾ വാശിയോടെയോ ഈ സംഘം പ്രവർത്തിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2021 മെയ് 20-ാം തീയതിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. 1ാം പിണറായി സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ അർത്ഥപൂർണമായ തുടർച്ചയും പുതിയ കാലത്തിനനുസൃതമായ പ്രവർത്തനങ്ങളും ഉറപ്പു നൽകിക്കൊണ്ട് ചുമതല ഏറ്റെടുത്ത സർക്കാർ ജന അഭിലാഷം നിറവേറ്റി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 3 ബജറ്റുകളിലൂടെ കേരളത്തിന്റെ ഭാവിക്ക് നിർണായകമായ പല പദ്ധതികളും ആവിഷ്കരിക്കാനും ചിലവ യാഥാർത്ഥ്യമാക്കാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഉൽപാദനവും വരുമാനവും തൊഴിലവസരവും വർദ്ധിപ്പിക്കാനുള്ള ബഹുതല പദ്ധതികൾ നടപ്പിലാവുകയാണ്. ജനങ്ങളുടെ ആകെ പിന്തുണയോടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന ബദൽ നയങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തെ വേറിട്ട് നിർത്തുന്നത്. മറ്റിടങ്ങളിൽ നഗരം കേന്ദ്രീകരിച്ച് മാത്രം വികസനം നടക്കുമ്പോൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സർവതല സ്പർശിയായ വികസനമാണ് കേരളത്തിലേത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വികസനത്തിന്റെ സ്വാദ് നുണയാൻ അവസരമൊരുക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെയും ഇടതു സർക്കാരിന്റെയും ലക്ഷ്യം.